മക്കത്തൂദിത്ത റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنفي هذا الكتاب وللشراح والقراء وجميع المصنفين الصالحين. اللهم انفعنا بهم وبعلومهم في الدارين. رب يسر ولا تعسر رب تمم بالخير. بسم الله الرحمن الرحيم. സൗമുൽ ഖുസൂസ് സ്വാലിഹീങ്ങളുടെ നോമ്പിലേക്ക് എത്തിച്ചേരുന്നതിന് ചെയ്തു തീർക്കേണ്ട പാലിക്കപ്പെടേണ്ട ടാസ്കുകളെ കുറിച്ച് നമ്മൾ പറയും. അതിൽ 3 നമ്മൾ പറഞ്ഞത്. മൊത്തം 6 നിബന്ധനകൾ പാലിച്ച് കൊണ്ടു നടന്നാൽ സൗമുൽ ഉമൂമിൽ നിന്ന് സൗമുൽ ഖുസൂസിലേക്ക് എത്താൻ പറ്റും. അല്ലാഹുവിന്റെ അടുക്കൽ അലീമായ പ്രതിഫലം ലഭിക്കാനും നോമ്പ് വഴി അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടി വലിയ ഉന്നതമായ പദവിയിൽ എത്തിച്ചേരാനും സാധിക്കും എന്ന് ആണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സൗമുൽ ഖുസൂസ് സ്വാലിഹീങ്ങളുടെ നോമ്പ്, അതിന് 6 നിബന്ധനകൾ വേണം. കണ്ണിനെ സൂക്ഷിക്കുക, ലോക്കിടുക. മറ്റൊന്ന് നമ്മൾ പറഞ്ഞു നാവിന്, അതേപോലെ വദ്ദുൽ ബസർ, അതേപോലെ വദ്ദുൽ ലിസാന്. ഇത് നമ്മൾ പറയുന്നത് 3ാമത്തെ സംഗതി കഫുസ്സംഅ്. കഫുസ്സംഅ് എന്ന് പറഞ്ഞാൽ കാതുകൾക്ക് ലോക്കിടുക. അനിൽ ഇസ്ഗാഇ ഇലാ കുല്ലി മക്റൂഹിൻ. മക്റൂഹായിട്ടുള്ള ശർഈയായിട്ട് വെറുക്കപ്പെടുന്ന, ശർഅ് പൊരുത്തപ്പെടാത്ത ഏതൊന്നും കേൾക്കുന്നതിന് നമ്മുടെ കാതുകൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാതെ ശർഅ് ഹറാമാക്കിയത് കേൾക്കാൻ സമ്മതിക്കാത്ത വിധം നമ്മുടെ കാതുകൾക്ക് ലോക്കിടുക എന്നതാണ്. ലിഅന്ന കുല്ലമാ ഹറുമ ഖൗലുഹു ഹറുമൽ ഇസ്ഗാഉ ഇലൈഹി എന്നാണ്. പറയൽ ഹറാമായിട്ടുള്ള ഏതൊന്നും കേൾക്കലും, അത് ശ്രദ്ധിച്ച് കേൾക്കലും ഹറാമാണ്. നമ്മുടെ ഗീബത്ത്, നമീമത്ത്, കദിബ് ഇതൊന്നും പറയാൻ പാടില്ല. നാവിനെ നിയന്ത്രിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞു. അതടക്കമുള്ള ശർഅ് വെറുത്തിട്ടുള്ള ഏത് തരത്തിലുള്ള സംസാരങ്ങൾ അതുള്ളയിടത്ത് പോയിട്ട് കേൾക്കുകയും അത് കേൾക്കാൻ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, അത് കാതുകളെ കൊണ്ട് പാലിക്കപ്പെടേണ്ട മര്യാദകൾ പാലിച്ചില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് കാതുകൾക്ക് ലോക്കിടണം. വൈതാരിക്ക. അപ്പോൾ കാതുകൾക്ക് ലോക്കിടുക എന്നാൽ പറയൽ ഹറാമായിട്ടുള്ളതൊക്കെ കേൾക്കലും ഹറാമാണ്. അതുകൊണ്ടാണ് സബ്ബല്ലാഹു അസ്സ വജല്ല ബൈനൽ മുസ്തമിഇ വ ആകിലി സുഹ്തി. കളവ്, നുണ പറയുന്ന സന്ദർഭത്തിൽ അത് കേൾക്കാനിരിക്കുന്നവരും അതേപോലെ പലിശ തിന്നുന്നവരും ഒരുപോലെ എന്ന് ഖുർആൻ പറഞ്ഞു. ഫഖാല തആല സമ്മാഊന ലിൽ കദ്ബി അക്കാലൂന ലിസ്സുഹ്തി എന്നാണ്. അവിഹിതമായിട്ടുള്ളത് ഭക്ഷിക്കുക, അതേപോലെ കളവ് പറയുന്നത് കേൾക്കുക. അത്തരക്കാരെ വിമർശിച്ച കൂട്ടത്തിൽ, അതായത് ഒരു വിഭാഗം ആളുകളെ വിമർശിച്ചിട്ട് അവരുടെ സ്വഭാവം പറഞ്ഞതാണ്. ബനു ഇസ്രായേൽക്കാരിലുള്ള ആളുകളെ പറഞ്ഞിട്ട്
എല്ലാവർക്കും ഒരു ബാധകമാണ്. നുണ പറയുന്നത് കേൾക്കും ചെയ്യും, അതോടൊപ്പം തന്നെ ഹറാമ് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഹറാമ് ഭക്ഷിക്കുക എന്നതിന്റെ കൂടെ അതേപോലെ തന്നെയാണ് നുണ കേൾക്കുക എന്ന് പറയുന്നത് എന്ന് രണ്ടിനെയും തുലനം ചെയ്ത് സംസാരിച്ചു എന്നാണ്. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅക്ലിഹിമുസ് സുഹ്ത. മറ്റൊരായത്തിലും ഇതേ ആശയം തന്നെയാണ്. അപ്പോ ഫസുകൂതു അലൽ ഗീബത്തി ഹറാമുൻ. ഗീബത്ത് പറയുമ്പോൾ അതിങ്ങനെ അടങ്ങിയിരുന്ന് കേൾക്കൽ ഹറാമാണ്. പറയുന്നത് ഹറാമാണെന്നതുപോലെ തന്നെ അത് കേൾക്കലും, അതിന് തടയാനൊന്നും ചെയ്യാതെ തടയൊന്നും ചെയ്യുന്നില്ല, അതിങ്ങനെ കേട്ട് ആസ്വദിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് കേൾക്കാത്തയിടത്തേക്ക് പോകുക, മാറി നിൽക്കുക, അതിന് കാത് കൊടുക്കാതിരിക്കുക എന്നുള്ളതെങ്കിലും നമുക്ക് ശർഈയായിട്ട് ബാധ്യതയാണ്. ഞാൻ പറയുന്നില്ല, എനിക്ക് പറയുന്നതിനോട് താല്പര്യമില്ല, യോജിപ്പില്ല എന്ന് ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ കേൾക്കുക ഹറാമാണ്. അവിടെ ആളുകൾ കൂടിയിരിക്കുന്നിടത്ത്, അവർ കൂടിയിരിക്കുന്നിടത്ത് എന്തായാലും ഹറാമായിരിക്കും സംസാരിക്കുക. ഞാനവിടെ പോയി നിന്നിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ അവരോട് പിന്നെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഗീബത്ത് അടക്കമുള്ള നിഷിദ്ധമായിട്ടുള്ള സംഗതികള്, സംസാരങ്ങൾ നടത്തുമ്പോൾ അവിടെ സാക്കിത്തായിട്ട് അവിടെ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് ഹറാമാണ്. ഇത്തരെ കുറിച്ച് തന്നെയാണ് കേൾക്കുന്നവരും പറയുന്നവരും ഒരുപോലെയാവും ഈ വിഷയത്തിൽ കുറ്റത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുഖ്താബു വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്മി. ഗീബത്ത് പറയുന്ന ആള് ഒരാളായിരിക്കും, പക്ഷെ ആരോടെങ്കിലും ആയിരിക്കും പറയാം. അപ്പോൾ പറയുന്നത് ഗീബത്താണ്. പറയുന്ന ആൾക്ക് നാവ് കൊണ്ട് തെറ്റുണ്ടായി. ഒരാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് പറയില്ലല്ലോ. അതിങ്ങനെ കേൾക്കാൻ ചില ആളുകൾ ഉണ്ടാവുകയും അതിന്റെ രസം പറയും, അവരെങ്ങനെ ചിരിപ്പിക്കുക, അവരിൽ ഇങ്ങനെ മറ്റവനെ കുറിച്ച് വെറുപ്പുണ്ടാക്കുക, അല്ലെങ്കിൽ ഇവന്റെ താല്പര്യം അതിലൂടെ നടപ്പിലാക്കുക, ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യമായിരിക്കും ഉണ്ടാവുക. അപ്പൊ കേൾക്കുന്നതും ഹറാമാണ്, പറയുന്നത് പോലെ ഹറാമാണ്. അതാവുൽ മുഖ്താബുൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്മി എന്ന് പറഞ്ഞാൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കണ്ണിന് ലോക്കിടണം, നാവിന് ലോക്കിടണം, കാതുകൾക്കും ലോക്കിടണം എന്നാണ്. നാലാമത്തെ നിബന്ധന ആസാമി, മറ്റുള്ള അവയവങ്ങളെയും തടയുക, അവക്കും ലോക്കിടുക. അനിൽ ആസാമി, ഇസ്മുകൾ, തെറ്റുകൾ ചെയ്യുന്നതിനെ തൊട്ട് കൈകാൽ അമേൽ വരിതിരി കേട്ടോ. അതായത് കയ്യ്, കാല്, ഇതിനൊക്കെ അനിൽ മക്കാരി വെറുത്തിട്ടുള്ള സംഗതി കൈകൊണ്ടായാലും കാലുകൊണ്ടായാലും പിന്നെ ഏത് തരത്തിലുള്ള അവയവങ്ങളെ കൊണ്ടായാലും അതിനെ തൊട്ടൊക്കെ സൂക്ഷിക്കുക. ശുബുഹാത്തി, അതോടൊപ്പം തന്നെ വയറിനെ ശുബുഹകളിൽ നിന്ന് സൂക്ഷിക്കുക. ശുബുഹ എന്ന് പറഞ്ഞാല് ഹറാമ് കയറി പിന്നെ കലർന്നിട്ടുള്ള ഭക്ഷണം, വെറും ഹറാമ് എന്നല്ല. അതേതായാലും ഹറാമാണെന്ന് പറയേണ്ടതില്ല. ശുബുഹയെ തൊട്ട് തന്നെ ബത്തലിനെ കപ്പ് ചെയ്യും. വക്തൽ ഇഫ്താരി, ഇഫ്താറിന്റെ സന്ദർഭത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് അവിടെ മുതൽക്കാണ് ഭക്ഷണം കഴിക്കുക. അപ്പൊ ഫലാമാനാലി സോമി, നോമ്പിന്റെ യാതൊരു അർത്ഥവുമില്ല. ബഹുൽ കഫു, നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ കഫു അനി ത്വആമിൽ ഹലാലി, ഹലാലായ ഭക്ഷണം പോലും ഒഴിവാക്കുക, അതുപോലും മാറ്റി നിർത്തുക എന്നതാണല്ലോ സത്യത്തിൽ നോമ്പിന്റെ താല്പര്യം. അങ്ങനെയുള്ള നോമ്പിന്റെ ഒരർത്ഥം ഉണ്ടാവില്ല. എന്നിട്ട് സുമ്മൽ ഇഫ്താറു അലൽ ഹറാമീൻ, അപ്പൊ ഹലാലായ അള്ളാഹു ഹലാലാക്കിയിട്ടുള്ള ഭക്ഷണം പോലും ഒഴിവാക്കുക എന്നതാണ് നോമ്പിന്റെ താല്പര്യം. എന്നിട്ട് പിന്നെ ഹറാമ് തിന്ന് നോമ്പ് തുറക്കുക എന്നുള്ളത് അത് വലിയൊരു തെറ്റല്ലേ, വിരോധാഭാസല്ലേ? അതിലെന്താ അർത്ഥാണുള്ളത്? അപ്പൊ മിസാലു ഹാദസ്വാമി, ഇങ്ങനെ ഹറാമ് കൊണ്ട് നോമ്പ് തുറക്കുന്ന ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മിസാലുമൈ യബ്നി ഖസ്റൻ വയഹ്ദിമു മിസ്റൻ, ഒരു കെട്ടിടം ഉണ്ടാക്കുന്നു, ഒരുപാട് കെട്ടിടങ്ങളുള്ള ഒരു പട്ടണം ഒന്നടങ്കം എന്ത് ചെയ്യുന്നു? പൊളിക്കുകയും ചെയ്യുന്നു. എന്താ പോകേണ്ട കാര്യം?
അതായത് കുറെ കെട്ടിടങ്ങളുള്ള ഒരു പട്ടണം ഒന്നിച്ച് തരിപ്പണാക്കുക, തകർത്ത് കളയുക, എന്നിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കുകയും ചെയ്യാം. ഇതേപോലെയാണ് യഥാർത്ഥത്തിൽ ഹറാമ് കൊണ്ട് നോമ്പ് തുറക്കുന്ന ആള് എന്ന് പ്രത്യേകമായി പറയണം. ഹലാല, അതിന്റെ പോയിന്റിന് ഒരു താല്പര്യം കൂടി വിശദീകരിക്കുകയാണ്. ഹലാല, കാരണം ഹലാലായ ഭക്ഷണം ഇന്നമായുറു, അത് ശരീരത്തിന് വളറുണ്ടാക്കുന്നത് ബി കസ്റത്തിഹി, അത് കൂടിയാലാണ്. എന്നാൽ ഹലാലായ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വളറുണ്ടാക്കും. എപ്പോ? അതിന്റെ അളവ് കൂടിയാൽ വളറുണ്ടാക്കും. ഹലാലായ ഭക്ഷണം ശരീരത്തിന് ആവശ്യത്തിന് ഏതാനും കൊടുക്കണം. ആവശ്യത്തിൽ അധികം ഉണ്ടായി കഴിഞ്ഞാൽ അത് വളറുണ്ടാക്കും. ലാഭിനൊഴി, അത് ഏതെങ്കിലും ഹലാലായ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്, ഭക്ഷണം കഴിച്ചു എന്നുള്ളതുകൊണ്ടല്ല, അത് അധികമായി എന്നുള്ളത് കൊണ്ട് ശരീരത്തിന് വളറുണ്ടാക്കും. ഇതേപോലെ ഫസ്സൂമു, നോമ്പ് എന്ന് പറയുന്നത് ഈ ഭക്ഷണം കുറക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരാള് പകൽ സമയത്താണ് കാര്യമായിട്ട് ഭക്ഷണം കഴിക്കുക. ഈ പകൽ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം, വെള്ളം, പാനീയങ്ങൾ, അതിന്റെ അളവുകൾ കുറച്ച് കൊണ്ടുവരിക എന്നതാണ് യഥാർത്ഥത്തിൽ. എന്നിട്ട് തഖ്വയുടെ മേലിൽ തഖ്വക്ക് ശക്തി ഉണ്ടാക്കുക. തഖ്വ അവന്റെ ശഹവാത്തുകൾക്ക് തടയിട്ടുകൊണ്ട് കൽബിന്റെ തഖ്വയെ ജ്വലിപ്പിച്ചു നിർത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം കുറക്കുന്നതിലൂടെ, അതായത് നോമ്പെന്ന് പറയുന്ന ഭക്ഷണം കുറക്കുന്ന പദ്ധതിയിലൂടെ അതിന്റെ ഒരു താല്പര്യം അതാണ്. ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാല്, കുറക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പെടുക്കുന്നത്. എന്നിട്ടോ യഥാർത്ഥത്തില് ഭക്ഷണം, ഹലാലായ ഭക്ഷണം പോലും കൂടുതലാകുമ്പോൾ വളറുണ്ടാക്കും. അത് ശഹവത്തുകളെ വലുതാക്കും. അങ്ങനെ ശരീരം, ദേഹം അതിൻ്റെതായ സ്വന്തമായ സ്വാർത്ഥമായ താല്പര്യങ്ങളിലേക്ക്, ഹറാമുകളിലേക്ക് നീങ്ങും. അത് ഇബ്ലീസ് അവരിലേക്ക് കയറാനുള്ള ഒരു ഏണി ഉണ്ടാക്കും, ഒരു കോണി ഉണ്ടാക്കും. ഇതാണ് യഥാർത്ഥത്തിൽ അതിനെ തടയിടുക എന്നതായിരുന്നു നോമ്പിന്റെ താല്പര്യം. അങ്ങനത്തെ നോമ്പുകാരൻ യഥാർത്ഥത്തിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കണ്ടില്ലേ, മരുന്നിനെ പോലും അത് അധികമാണ് എന്ന് കരുതിയിട്ട് ഉപേക്ഷിക്കുന്നത് ഹൗഫം എന്ന് പറയും. അങ്ങനെയാണ് മരുന്ന് എന്ന് പറയുന്നത് ശരീരത്തിന് ആവശ്യമുള്ളതാണ്. ഹലാലായ ഭക്ഷണം എന്ന് പറയുന്നത് മരുന്നാണ്, ശരീരത്തിന് ആവശ്യമാണ്. അത് അധികമാകുന്നതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നല്ലതാണ്. അപ്പോ അധികമാകുക എന്ന് പറയുന്നത്, അത് അധികമാകുന്നതിനെ ഉപേക്ഷിച്ചത് ശരീരം നന്നാകാൻ വേണ്ടിയിട്ടാണ്, മനസ്സ് നന്നാകാൻ വേണ്ടിയിട്ടാണ് ഉപേക്ഷിച്ചത്. അങ്ങനത്തെ ആള് ഇതാ തനാവലി സുമ്മി, എന്നിട്ട് അവൻ വിഷം തിന്നുക എന്നതിലേക്ക് തെറ്റിയാലോ, അതായത് ഹലാലായ ഭക്ഷണം ഒഴിവാക്കിയിട്ട് പിന്നെ അവസാനം വിഷം തിന്നുക എന്നുള്ളിടത്തേക്ക് എത്തിയാൽ കാനസഫിയൻ, അവന്റെ കാര്യം പറയാൻ അവൻ വളരെ വലിയ പോഴനായി മാറും. വൽ ഹറാമു സുമ്മുൻ, ഹറാം എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കുന്ന വിഷമാണ്. ദീനിനെ നശിപ്പിക്കുന്ന വിഷമാണ്. വൽ ഹലാലു ദവാഉൻ, അതാണ് ഇതിന്റെ പോലെ. ഹലാല് ആയ ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്കും ഔഷധമാണ്. ഭക്ഷണം ശരിക്കും ഔഷധമാണ്, മരുന്നല്ല. മരുന്ന് എന്ന് പറയുന്നത് രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലുമാണ്. ശരിക്കും ഭക്ഷണം ഔഷധമാണ്. ശരിക്കും ഹലാലായ ഭക്ഷണം എന്ന് പറയുന്നത് ഔഷധമാണ്. ഈ ഔഷധം പോലും കൂടാൻ പാടില്ല എന്ന് കരുതിയിട്ട് കൂടിയാൽ ശരീരത്തിന് വളരാകും, ഹാനികരമാകും എന്ന് കരുതിയിട്ടാണ് ഔഷധമാകുന്ന ഹലാലായ ഭക്ഷണം പോലും കുറക്കുന്നത്. അപ്പൊ പകൽ സമയത്ത് ഹലാലായ ഭക്ഷണം കുറക്കുന്നത് ശരീരം നന്നാകാൻ വേണ്ടിയിട്ടാണ്, അതിന് കുറച്ചുകൂടി ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് എന്നിട്ട് അവൻ ഹറാമ് കൊണ്ട് നോമ്പ് തുറന്നാലോ അവൻ വിഷം കഴിച്ചു എന്ന് വരും. ഇത് വലിയ പൊട്ടന്മാർക്ക് മാത്രം പറ്റുന്ന സംഗതിയാണ്. അതാ ഹലാലായ ഭക്ഷണം കുറച്ച് കഴിച്ചാൽ പ്രയോജനം കിട്ടും. അതേ സ്ഥാനത്ത് കസീർ കഴിച്ചാൽ അതുകൊണ്ട് ദററും ഉണ്ടാവും. അപ്പൊ ആ കസീറിനെ നമ്മൾ ഒഴിവാക്കി ശരീരം നന്നാക്കാൻ വേണ്ടിയിട്ട്, മനസ്സ് നന്നാക്കാൻ വേണ്ടിയിട്ട്, ആത്മാവിനെ നന്നാക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അവസാനം ഹറാമ് കൊണ്ട്
സകല സർവനാശിയായിട്ടുള്ള വിഷം കഴിച്ചിട്ട് അതിനെ മുഴുവൻ അവൻ തകർത്ത് കളയുകയും ചെയ്തു. കൊത്തീന നോക്കൂ, നോമ്പ് കൊണ്ട് യഥാർത്ഥത്തിൽ ലക്ഷ്യമാക്കപ്പെടുന്നത് ഹലാലായ ഭക്ഷണമാണെങ്കിൽ പോലും ഇത് കുറക്കുക എന്നതായിരുന്നു. നിങ്ങൾ പറഞ്ഞു, ചില നോമ്പുകാർ നോമ്പിൽ നിന്ന് അവർക്ക് ആകെ കുറെ വിശപ്പും ദാഹവും സഹിച്ചു എന്നത് മാത്രമാണ്, അല്ലാതെ വേറൊന്നും നേടിയിട്ടില്ല. ഇത് ആരെ കുറിച്ചാണ് എന്നുള്ളത് മുഹദ്ദിസീങ്ങള് ഇമാമിയങ്ങള് ഹറാം കൊണ്ട് നോമ്പ് തുറക്കുന്നവർ, ഹലാലായ ഭക്ഷണം വേണ്ടാന്ന് വെച്ചിട്ട് പകൽ സമയത്ത്, അതായത് നോമ്പിന്റെ സമയത്ത് ഹലാലായ ഭക്ഷണത്തിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നോമ്പെടുത്തിട്ട് ജനങ്ങളുടെ മാംസം തിന്നിട്ട് നോമ്പ് തുറക്കുന്നു. ഇന്നലെ പറഞ്ഞല്ലോ, ഗീബത്ത് കൊണ്ട് അവയവങ്ങളുടെ തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കാത്ത ആളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിൽ കണ്ണ്, കാത്, അതോടൊപ്പം തന്നെ പിന്നെ നാവ്, പിന്നെ പറഞ്ഞു മറ്റ് അവയവങ്ങളെയും, അതോടൊപ്പം അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് ബത്വനിനെ സൂക്ഷിക്കുക എന്നുള്ളത്. അവയവം എന്ന് പറഞ്ഞപ്പോ പ്രത്യേകം എടുത്ത് പറഞ്ഞ ബത്വന്, തന്റെ വയറ്റിലേക്ക് ഒരാൾ കടത്തിവിടുന്ന ആഹാരം എന്ന് പറയുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത് ഹലാലാകുക എന്നതാണ്. നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന വിധത്തിൽ ഹലാലാണ് എന്ന് നമുക്കൊരു ഹിസ്നം തന്നെയുള്ള, അത്രയല്ലേ നടക്കുള്ളൂ ഇന്നത്തെ കാലത്ത്. ഹലാലാണ് എന്ന് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് നമ്മൾ ഹലാലായി കച്ചവടം നടത്തുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു. അപ്പൊ നമ്മൾ കാശ് കൊടുത്താണ് വാങ്ങിയത്. അയാളുടെ മുതല് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് നോക്കാൻ പറ്റില്ല. അയാൾ നടത്തുന്ന കച്ചവടം ടോട്ടലി ഹലാലാണ്, പൊതുവെ ഹലാലാണെന്നല്ല നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഭക്ഷണ സാധനങ്ങളിൽ നമ്മളെ കൊണ്ട് ആകാവുന്ന വിധം നമ്മൾ സൂക്ഷ്മത പുലർത്തും. ഇല്ലാതെ ഹറാമായത് നമ്മളെ വയറ്റിലേക്ക് കടത്തിയാല് അതേതുപോലെ എന്ന് വെച്ചാൽ ഔഷധം പോലും, ഹലാലായ ഭക്ഷണം എന്ന് പറയുന്ന ഔഷധം പോലും അത് അധികമായാൽ അമൃതം വിഷം എന്ന് പറയാമല്ലോ. അപ്പൊ ഔഷധം പോലും അത് അധികമായാൽ വിഷമാണല്ലോ, അത് പ്രയാസമാണല്ലോ, ഹലാക്കാണല്ലോ എന്ന് കരുതിയിട്ട് നോമ്പിലൂടെ ഭക്ഷണത്തിന് ലിമിറ്റ് വെച്ച് നിയന്ത്രിച്ച് കൊണ്ടുവന്ന ഒരാള് ഗീബത്ത് കൊണ്ടും നമീമത്ത് കൊണ്ടും അല്ലെങ്കിൽ ഹറാമായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടും നോമ്പ് തുറന്നാല് യഥാർത്ഥത്തിൽ വലിയൊരു വിരോധാഭാസമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൂടി സൂക്ഷിക്കണം എന്നതാണ്. അങ്ങനെ 4 പറഞ്ഞു. 5ാമത്തെ ടാസ്ക് പറയുന്നത് അല്ലാ യസ്തക്സിറ മിന ത്വആമിൽ ഹലാലി വഖ്തൽ ഇഫ്താർ. വലിയ ടാസ്കാണ്. അത് നോക്കൂ, ഭക്ഷണം കൂടാതിരിക്കുക. അല്ലാ യസ്തക്സിറ മിന ത്വആമി, ഭക്ഷണത്തെ കൂട്ടാതിരിക്കുക, കസീറാക്കാതിരിക്കുക. അൽ ഹലാലി, ഹലാലായ ഭക്ഷണം തന്നെ അതിന്റെ അളവ് വർദ്ധിക്കാതിരിക്കുക, കൂടാതിരിക്കുക. അതെപ്പോഴാണ്? വഖ്തൽ ഇഫ്താരി, നോമ്പ് തുറക്കുന്ന സമയത്താണ് കഴിക്കല്. ബിഹൈസു യംതലിൽ ജൗഫുഹു, അതെങ്ങനെയാണ് കൂടല് എന്നാൽ എന്താ നിങ്ങള് വയറ് നിറയുന്ന വിധം. കുടിച്ചിട്ടും തിന്നിട്ടും വയറാണ് നിറയാം. അങ്ങനെ വയറ് നിറയാവുന്നിടത്തോളം തിന്നാല് അത് കസ്റത്തു ത്വആമാണ്, ഭക്ഷണം അധികരിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. ഭക്ഷണം അധികരിക്കാൻ പാടില്ല. ഫമാമിൻ വിആഇൻ അബ്ഗദ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബത്നിൻ മുരിഅ മിൻ ഹലാലിൻ. കേട്ടില്ലേ? ഫമാമിൻ വിആഇൻ, ഒരു പാത്രവും ഇല്ല, അബ്ഗദ ഇലല്ലാഹ്, ആ പാത്രത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന് വലിയ വെറുപ്പാണ്. എപ്പോ? മിൻ ബത്നിൻ മുരിഅ മിൻ ഹലാലിൻ, ഹലാല് തന്നെ തിന്നിട്ട് നിറഞ്ഞ വയറ്, അതാണ് ആ പാത്രം. ഹലാലാണ് തിന്നത്, ഹറാമൊന്നുമല്ല. ഹലാല് തന്നെ തിന്നിട്ട് നിറഞ്ഞ വയറ് നിറക്കുന്ന. അപ്പൊ മനുഷ്യന്റെ വയറ് എന്ന് പറയുന്ന ഒരു പാത്രമാണ്. ആ പാത്രം നിറയുന്നത് വലിയ ഷർറാണ്. അത് അള്ളാഹുവിന് അബുഗളാണ്, അള്ളാഹു ഒരു വെറുപ്പുള്ള സംഗതിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ കസ്റത്തു ത്വആമ് പറ്റൂല. എന്ത് പറയാം? വകൈഫ യുസ്തഫാദു മിന സൗമി, നോമ്പിലൂടെ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? ഖഹ്റു അദുബില്ലാഹി, അള്ളാഹുവിന്റെ ശത്രുവായ പിശാചിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്
തന്റെ ദുരാഗ്രഹങ്ങൾ, തന്റെ ഷഹവാത്തുകൾക്ക് പിന്നെ തടയിടുക എന്ന് പറയുന്ന സംഗതി. ഇതാണ് നമ്മുടെ തുടക്കത്തിൽ അസ്റാറുസോം നോമ്പിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നതിന്റെ ആത്മീയമായ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞത് അതുവിന്, ശത്രുവിന്, അതായത് പിശാചിന് തടയിടുക എന്നതായിരുന്നു, ലോക്കിടുക എന്നതായിരുന്നു. അപ്പോ ഒരാള് ഇതാ തദാറല്ലേ നോമ്പിലൂടെ എങ്ങനെ സാധിക്കും അള്ളാഹുവിന്റെ ശത്രുവായ പിശാചിന് തടയിടാനും അവനെ നിയന്ത്രിക്കാനും തന്റെ ദുരാഗ്രഹങ്ങളെയും ദേഹേച്ഛകൾക്കും നിയന്ത്രണം വെക്കാനും ഒക്കെ എപ്പോ ഇതാ തദാറക സ്വാഇമു ഇൻദ ഫിത്രിഹി മാ ഫാതഹു ലഹവത നഹാരിഹി ഇതാ തദാറക സ്വാഇമു നോമ്പുകാരൻ ഒഴിവാക്കിയാൽ ഇൻദ ഫിത്രി നോമ്പ് തുറക്കുന്ന സമയത്ത് മാ ഫാതഹു ലഹവത നഹാരിഹി പകലിന്റെ വെളിച്ചത്തിൽ, അതായത് പകൽ വെളിച്ചത്തിൽ പകൽ സമയത്ത് നഷ്ടപ്പെട്ടതൊക്കെ രാത്രി തിരിച്ചെടുക്കുക എന്നുള്ള തരത്തിൽ രാത്രി കുത്തിരുന്ന് തിന്ന. പകൽ സമയത്ത് നഷ്ടപ്പെട്ടത് 10-12 മണിക്കൂർ 13 മണിക്കൂർ ഒന്നും തിന്നാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി രാത്രി ഇരുന്ന് വ്യത്യസ്ത സാധനങ്ങൾ വലിച്ചു കൂട്ടിയിട്ട് ഒരു കൂട്ടിയിട്ട് തിന്നു തീർത്താൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ശത്രുവാകുന്ന പിശാചിനെ തഹ്‌റീലും അതേപോലെ തന്നെ നഫ്സിന്റെ ശഹവത്തുകൾക്ക് തടയിടുകയും ചെയ്യുക എന്ന് പറയുന്ന നോമ്പിന്റെ അന്തസ്സത്തെ പിന്നെ എങ്ങനെ കിട്ടും? അപ്പൊ അതുകൊണ്ട് കസറത്ത് ത്വആമ് പറ്റൂല. മാത്രമല്ല നമ്മൾ നേരത്തെ നേരം പറയണം, ചിലപ്പോ അധികമാക്കും അവന്റെ ഭക്ഷണത്തിന്റെ വൈവിധ്യങ്ങൾ കൂടും. ചിലപ്പോ പതിവ് തന്നെ ഉണ്ടാകും. റമദാനിലേക്ക് ഭക്ഷണത്തിന്റെ എല്ലാ ഐറ്റവും നിങ്ങൾ സംഭരിച്ചു വെക്കുക. എന്നിട്ടോ രാത്രിയായി കഴിഞ്ഞാൽ ഇഫ്താർ ഫ്രൂട്ട്സ് ആയിട്ടും പരിച്ചതായിട്ടും പൊരിച്ചതായിട്ടും പുഴുങ്ങിയതായിട്ടും ഇങ്ങനെ തുടങ്ങിയിട്ട് മറ്റു സമയങ്ങളിലില്ലാത്തത് മുഴുവൻ പലജാതി സാധനങ്ങളെല്ലാം കൂടി അവൻ സംഭരിച്ചിട്ട് കുത്തിയിരുന്ന് തിന്നാൽ നോമ്പിന്റെ ആത്മീയമായ താല്പര്യത്തിന് വലിയ കേട് സംഭവിച്ചു. മറ്റു 11 മാസങ്ങളിലും തിന്നാത്തത് യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ മാസം തിന്നു തീർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നോമ്പിന്റെ അന്തസ്സത്ത ഉണ്ടാകും. ആർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അന്ന മഖ്സൂദ സൗമി, നോമ്പിന്റെ ലക്ഷ്യം അൽ ഹുവാഹു വിശപ്പാണ്, വകസ്റുൽ ഹവാ ദേഹത്തെ നിയന്ത്രിക്കലാണ്, ലിതഖ്വൻ നഫ്സി ലിതഖബ്ബിൻ നഫ്സി അല തഖ്വ, അതായത് തന്റെ ശരീരത്തെ തഖ്വക്ക് പാകപ്പെടുത്തുക എന്നതാണ്. തന്റെ ശരീരത്തെ തഖ്വക്ക് പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് വിശപ്പ് സഹിക്കുക, ഭക്ഷണം കുറക്കുക എന്നതാണ് ശരിക്കും നോമ്പിന്റെ ആശയം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരാള് നോമ്പിന്റെ സമയത്ത് കൂടുതലായിട്ട് കഴിച്ചാൽ ഒരിക്കലും ഈ ഗുണം കിട്ടൂല. ഇവിടെ അതായത് പകൽ സമയത്ത് തന്റെ പിന്നെ ഉദരത്തില് തന്റെ ആമാശയത്തെ പ്രതിരോധിച്ചു. എങ്ങനെ? വൈകുന്നേരം വരെ അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടല്ലേ ഭക്ഷണം ഇങ്ങനെ ആവശ്യത്തിന് വെള്ളവും സാധനങ്ങളും ഭക്ഷണങ്ങളും ഇങ്ങനെ കടത്തി വിട്ടിരുന്ന അപ്പൊ അതിനെ ശരിക്കും ആ ഭക്ഷണത്തിലേക്കുള്ള പൂതിയെ ശരിക്കും പകൽ സമയത്ത് ശരിക്കും ചങ്ങലിട്ടെത്തില്ല. അങ്ങനെ അപ്പൊ ഭക്ഷണത്തിലേക്ക് നല്ല പൂതിയുള്ള സമയമായിരിക്കും ഇഫ്താറിന്റെ സമയം എന്ന് പറയുന്നത്. കാരണം 10-13 മണിക്കൂർ ശരിക്കും പിടിച്ച് ലോക്കിട്ടൊക്കെയായിരുന്നു. പിന്നെ ആ ലോക്കിട്ടപ്പോ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഭക്ഷണത്തിനോടുള്ള വലിയൊരു താല്പര്യമുണ്ട്. എന്നിട്ട് അതിന്റെ ആഗ്രഹം കൂടിയിട്ടുണ്ട്. അപ്പോ കുറെ നേരം പിടിച്ചു വെച്ചിട്ട് പിന്നെ അവസാനം നമ്മള് ദാഹം കുറെ സമയം വെള്ളം തരൂല എന്ന് പറഞ്ഞ ദാഹം കഠിനമായിട്ട് പിന്നെ കുടിക്കുന്ന
സമയത്ത് ഒന്നായിട്ട് കുടിച്ചാണ് ശരിയാക്കുകയാണ്. കാരണം എന്താ? അപ്പൊ ശരിക്കും ആസ്വാദകരമായ കുടിയായി, ആസ്വാദകരമായ കഴിക്കലായി. അപ്പൊ അവിടെ ഒന്നായിട്ട് നമ്മള് ഭക്ഷണവും പിന്നെ അതേപോലെ തന്നെ പാനീയങ്ങളും ഒന്നിച്ച് തുരുതുരോട് കൊടുത്തിട്ട് പലതരത്തിലുള്ള ഐറ്റം പലതരത്തിലുള്ളത് ഒന്നിച്ച് വൈവിധ്യമായിട്ടുള്ള ഒന്നിച്ച് കൊടുത്താൽ യഥാർത്ഥത്തിൽ നോമ്പിന്റെ ആത്മാവ് നഷ്ടപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ആത്മാവ് എന്ന് പറയുന്നത് അതിന്റെ അന്തസ്സത്തെയും അതിന്റെ രഹസ്യമൊക്കെ പിശാചിന്റേതായ ശക്തികൾക്ക് ബലഹീനതകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നാശങ്ങളിലേക്ക് പോകുക. അപ്പൊ നാശങ്ങളിലേക്ക് നടന്നെടുക്കുന്ന തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുന്ന തരത്തിലുള്ള പൈശാചികമായ കൂവത്തുകൾക്ക്, പൈശാചികമായ ശക്തികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ നോമ്പിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത്. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നത് കിട്ടുന്ന സമയത്ത് കുറെ സമയം നിയന്ത്രിച്ചിട്ട് പിന്നെ കുറെ ഒന്നിച്ച് കഴിക്കണം. അത് ഭക്ഷണം കുറച്ചാൽ മാത്രമേ അന്തസ്സത്ത് കിട്ടുള്ളൂ. നല്ലൊരു കതിറടെ പറഞ്ഞ അളവ് പറഞ്ഞു. ഇനി അളവ് കിട്ടിയില്ല എന്ന് പറയണം. പിന്നിപ്പോ കുറെ നേരം ഭക്ഷണം 10-13 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ ഒരാൾക്ക് കുറച്ച് വെള്ളവും ദാഹിച്ചത് കുറച്ച് വെള്ളം കുറച്ച് എന്തെങ്കിലും ആഹാരവും കഴിച്ചാൽ വയറ് നിറയും. അതുകൊണ്ട് അതേ സ്ഥാനത്ത് കാരണം അതിന്റെ കണക്കുകൂടെ പറയണത് ബഹുവായി എഴുക്കുല അക്കിലത്ത പുല്ലത്തി ലൈലത്തിൽ ലൗലം യസു. ഒരാള് സാധാരണ രീതിയിൽ നോമ്പ് ഇല്ലാത്തൊരു ദിവസം ഒരാൾ രാത്രി എന്താണോ കഴിക്കുക, നന്നായി ശ്രദ്ധിക്കണം. നോമ്പ് ഇല്ലാത്ത ഒരു സമയത്ത് ഒരാള്, അതായത് നോർമൽ ഡേയ്സിൽ, നോർമൽ ദിവസങ്ങളിൽ ഒരാൾ രാത്രി കഴിക്കുന്ന ഭക്ഷണം എത്രയാണോ ആ ഭക്ഷണത്തിലേക്ക് നമുക്ക് ചുരുക്കാൻ പറ്റിയാൽ, അപ്പൊ പകൽ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണം മൊത്തം ശരീരത്തിന് കൊടുക്കാതെ വന്നു. അപ്പോഴാണ് ഭക്ഷണത്തിൻ്റെതായ കൺട്രോൾ വരുന്നത്. കുറച്ച് പണിയാണ്. ഈ നിലക്ക് കസറത്തുനെ നിയന്ത്രിക്കുക എന്നതാണ്. അതിന്റെ ബാക്കി വിഷയങ്ങൾ കൂടി നമുക്ക് ചെയ്യട്ടെ. ചുരുക്കത്തില് സ്വാലിഹീങ്ങളുടെ നോമ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതൊരു വലിയ ടാസ്കാണ്, അതൊരു ചലഞ്ചാണ്. ആ ചലഞ്ച് നമ്മൾ ഇങ്ങനെയാണ് നേടിയെടുക്കുന്നത്, ഇത്തരം ഘട്ടങ്ങളിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആത്മീയമായ അനുഭൂതി, ഉണർവ് പരിശുദ്ധ റമദാൻ കൊണ്ടും റമദാനിലെ നോമ്പ് കൊണ്ടും ലഭിച്ച് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ആപത്ത് മുസീബത്തുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, ബാധ്യതകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും മുഅ്മിനീങ്ങൾക്കും കാവൽ നൽകട്ടെ. ലോകത്തും സമാധാനം പരിശുദ്ധ റമദാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹു തആല